അടിപൊളി ചലഞ്ചായിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. നമ്മൾ ഷോർട്സിലൊക്കെ കണ്ടിട്ടുള്ള ചെറിയൊരു ചലഞ്ച് നമ്മൾ കുറച്ചിങ്ങനെ മോഡിഫൈ ചെയ്ത് ഞങ്ങളതായിട്ടുള്ള ലോങ് ചലഞ്ചാക്കി മാറ്റിയിരിക്കുകയാണ് ഗൈസ്. ഒന്നുമല്ല, ഇതാണ് ഗൈസ് ഐറ്റം. പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ കുറച്ച് താമസം ഉണ്ടായിരുന്നു ഗൈസ്. നമുക്ക് ഇന്ന് വിദ്യാഭ്യാസ ബന്ധ, അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തു. കഴിഞ്ഞ വിദ്യാഭ്യാസ ബന്ധിനെ നമ്മൾ ചലഞ്ച് ഇട്ട്, അപ്പം ഇങ്ങനെ അവധി കിട്ടിയാൽ മാത്രമേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇവരുടെ ആ ഒരു ഷെഡ്യൂൾ ഭയങ്കര ബിസിയാണ്. സോ ഞാനിങ്ങനെ വീട്ടിൽ ഇരിക്കുന്നത് കുഴപ്പമില്ല, പക്ഷെ ഇവക്കടെ ഇവള് ഭയങ്കര ബിസി ഷെഡ്യൂളുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പം നമുക്ക് എന്തായാലും ചലഞ്ചിലോട്ട് പോവാം. ചലഞ്ച് എന്ന് പറഞ്ഞാൽ ബോട്ടിൽ ഫ്ലിപ്പാണ്. അപ്പൊ ഗൈസ്, നമ്മുടെ ഗെയിം എന്താന്ന് വെച്ചാല് നമ്മൾ 2 പ്ലേറ്റിൽ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരേ എമൗണ്ടിൽ തന്നെ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ആദ്യം കംപ്ലീറ്റ് ആക്കുന്നവർക്കാണ് ഇന്നത്തെ വിന്നർ ആവുന്നത്. പ്രൈസ് ഒന്നും ഇല്ല, ചുമ്മാ നമ്മളിങ്ങനെ ആദരിക്കും. ഓക്കെ, അന്നേരം നമ്മൾ അത് കംപ്ലീറ്റ് ആക്കണം. പക്ഷെ വെറുതെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ആ ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബോട്ടിൽ ഫ്ലിപ്പിൽ വീഴണം ഗൈസ്. നമ്മളിങ്ങനെ ഇട്ടിട്ട് ഈ കുപ്പി നേരെ നിൽക്കുമ്പോൾ നമുക്ക് ആ ഫുഡ് കഴിക്കാം. ഓക്കെ, അങ്ങനെയാണ് ഗെയിം. പിന്നെ ആദ്യം ഇടും, വീണാൽ എനിക്ക് ഫുഡ് കഴിക്കാം. പിന്നെ ഇവക്ക് കൊടുക്കും, അവൾക്ക് വീണാൽ അവൾ ഫുഡ് കഴിക്കാം. അങ്ങനെ മാറി ഇതിന് പറഞ്ഞില്ല. അപ്പൊ ഗെയിം എനിക്ക് ഇത്രയൊക്കെ എനിക്ക് പറഞ്ഞാലേ അറിയത്തുള്ളൂ. ഇനി മനസ്സിലായില്ല, ആർക്കും മനസ്സിലായി കാണത്തില്ല എന്റെ ഭാഷയില്. അപ്പൊ നമുക്ക് ഗെയിം കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഫുഡ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാട്ടോ നമ്മുടെ ഫുഡ്. ഇതിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല, ഞാൻ തന്നെ ഉണ്ടാക്കിയ എന്റെ സ്വന്തം റൈസാണ് ഗൈസ്. ഭയങ്കര ടേസ്റ്റ് ആട്ടോ, ഭയങ്കര ടേസ്റ്റ് ആണ് ഗൈസ്. അപ്പൊ നമുക്ക് ഈ ഫാനിന്റെ അരപ്പ് ചിലപ്പോൾ കാണുമായിരിക്കും. പിന്നെ ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോട്ടിൽ ഫ്ലിപ്പ് വീഴണം ഗൈസ്. അപ്പൊ ആദ്യം കഴിച്ചു തുടങ്ങണം കേട്ടോ. അപ്പൊ ഇത്രയുള്ള ഗെയിം എനിക്ക് ഇതൊക്കെ പറയാൻ അറിയത്തുള്ളൂ. അപ്പൊ ഗൈസ്, നമുക്ക് ഫ്ലിപ്പ് ഇടാം ഗൈസ്. ബോട്ടിൽ ഫ്ലിപ്പ് ഇടാം. ഒന്നാമത്തെ അല്ലേ കൊടുത്തിരിക്കുന്നത് ഗൈസ്. ഇവിടെ ഇട്ടാൽ ഇവക്ക് ഫുഡ് കഴിക്കാം. ഓക്കെ, ഞാൻ ഇട്ട് നേരെ നിൽക്കുന്നത് വരെ ഇവക്ക് ഫുഡ് കഴിക്കാം. അത്ര നേരം വേണോ? ഇങ്ങോട്ടെന്നെ ഗെയിം തീരുമല്ലോ. എടി ഒന്ന് ഇടടി. സൈഡ് അധികമായി തോന്നുന്നു. അപ്പൊ എനിക്ക് ഫുഡ് കഴിക്കാൻ കേട്ടോ. അത് ഇവളുടെ വീഴുന്നത് വരെ എനിക്ക് കഴിക്കാൻ കേട്ടോ. താങ്ക് ഇനി എന്റെ വീട് കഴിക്കും കേട്ടോ. ഇവള് ഭയങ്കര മത്സരബുദ്ധിയിലാണെന്ന് തോന്നുന്നു. വീഴടാ കുറച്ച് നമ്മള് പ്രോ ആയിക്കൊണ്ടിരിക്കുന്നു.
ഞാൻ കഷ്ടപ്പെട്ട് അണ്ടിപ്പേര് കൊടുത്തിട്ടുണ്ട് ചെക്കാൻ കിട്ടുന്നു എടി ഇത് നിർത്തി നിനക്ക് തരാൻ ചോറൊക്കെ അയ്യോ തോന്നിയില്ലാതായി എനിക്ക് ചോറ് അറിയുന്നില്ല ഇത് തിന്നാമോ തീർന്നു ഞാൻ തീർന്നു അതെന്തുവാ നമ്മൾ അപ്പം ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എൻ്റെ ഇത്രയും ഈ 4 ചോറിനാണ് ഗൈസ് ഞാൻ തോറ്റിരിക്കുന്നത്. എന്റെ ഫ്ലിപ്പ് ആവാനിട്ടല്ലേ ഞാൻ ജയിച്ചേനെ. അപ്പൊ ഗൈസ് നമ്മുടെ ഒന്നാമത്തെ റൗണ്ട് ഇവിടെ തീരുകയാണ്. നമ്മൾ 2 റൗണ്ടിന് എടുക്കാന്ന് വെച്ചു. ഒരു റൗണ്ടിൽ തീർക്കാന്ന് വെച്ചാൽ പക്ഷെ ചോറ് കുറച്ച് വളർന്ന പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് മുണുങ്ങാന്നൊക്കെ തിന്നാം. അപ്പൊ ഇനി നമുക്ക് ഒരു റൗണ്ട് എടുക്കാം ഗൈസ്. അപ്പൊ നമ്മൾ 2ാമത്തെ റൗണ്ടിൽ പോവാണ് കേട്ടോ. 2ാമത്തെ റൗണ്ടിലും സെയിം സാധനം തന്നെ, പക്ഷെ ഫുഡ് കഴിക്കാനുള്ള വയറ് ഇനി കാണത്തില്ല. അതാണ് നമ്മുടെ ചലഞ്ച്. ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോട്ടാം. സെക്കൻഡ് റൗണ്ടിലേക്ക് കിടക്കാം. നീ തന്നെ ഇട്ടോ ഫസ്റ്റ് ഞാൻ. ഓക്കെ ഇത് കൈസ ഈ മല ഇടിഞ്ഞു ഇടോ. വിടണോട്ടെ മതി ചോറ് എന്നിട്ട് പോ.
തിന്നില്ല. എനിക്ക് തിന്നാനും വയ്യ. പട്ടിണി കിടന്നിട്ട് എങ്ങാണ്ട് പറയാനോ തോന്നുന്നേ. എന്റെ മറ്റേ നേരത്തെ വെള്ളം തരുമോ? വെള്ളം എങ്ങനെ കിട്ടെ? മാറ്റി മുങ്ങി. എന്റെ വോയിസ് പറഞ്ഞു. നേരത്തെ മണ്ണൊക്കെ നിറച്ച് വാരി കെട്ടിക്കൊണ്ടിരുന്നു. എനിക്ക് തിന്നെ എനിക്ക് തിന്നാൻ പറ്റുന്നില്ല. എനിക്ക് തിന്നാൻ മതിയല്ലേ? മതിയോ? പറഞ്ഞോ തീരട്ട് പെട്ടെന്ന്. എനിക്ക് തിന്നാൻ വയ്യ. ആ ശരിയാണ്. തിന്നാൻ വയ്യ. മതി തിന്നാനും ജയിക്കാനും പറ്റില്ല. ഉറപ്പാന്നോ? ചോർക്കാനീര്. ഇതെന്റെ ചോറ്, ഡബിളിന്റെ ചോറ്. ഇത്ര ഉണ്ട് ഈ ചോറ്. അതുകൊണ്ടാണ് ഇത് എന്റെ ചോറ്. ഇത്ര ഉള്ളു. അപ്പം ഈ റൗണ്ട് ഞാൻ ജയിച്ചിരിക്കുന്നു. ഇതിങ്ങനെ ഇരിക്കുന്നെങ്കിലും ഒരു അണ്ടാവ് ഒഴുകാനുള്ള വയറുണ്ട്. അമ്മച്ചേ വിജയ്ക്ക് ആരാ വിജയ്? മറ്റേ നമ്മൾ വിജയ് എന്നാലും കുറച്ച് ചോറ് ബാക്കിയുള്ള എനിക്ക്. അപ്പൊ ഞാൻ മുന്നത്തെ റൗണ്ടിൽ എന്തെങ്കിലും ചോറ് ബാക്കി ഉണ്ടായിരുന്നു. ചോറ് ബാക്കി ഉണ്ടായിരുന്നു. നിന്റെ പാത്രത്തിൽ ചോറ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ നീ തൊറ്റ് ചോറുണ്ടോ? അപ്പൊ വിജയ് ഇവിടെ വിജയാവില്ല ഒരിക്കലും. കാരണം ഈ റൗണ്ട് തോറ്റ്. എനിക്ക് ചോറ് ബാക്കി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചോദിച്ചു ഈ റൗണ്ട് അങ്ങനെ. ഈ റൗണ്ട് ചോറ് കുറവുള്ളവരെ ജയിക്കും. അങ്ങനല്ലേ ഫുള്ള് തിന്നെന്ന് പറയുമ്പോ ഈ ആളല്ലേ ജയിക്കണ്ടേ? അപ്പൊ കഴിഞ്ഞ റൗണ്ടിൽ ഞാനും ഈ റൗണ്ടിൽ ഇവിടെ അല്ല ഞാനും. അപ്പൊ നമ്മൾ വിജയ് ആരാന്ന് അറിയാൻ മാട്ടേ. വിജയ് ആരാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ കണ്ടിട്ട് എന്ത് തോന്നുന്നു പറയാം. ഇത്ര ചോറൊക്കെ ഉണ്ട്. അപ്പൊ ഇത്ര ഉള്ളു കേട്ടോ. നമ്മുടെ ചാലഞ്ച് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ വിജയ് ആരാന്ന് മാത്രം നമുക്ക് അറിയത്തില്ല. നമ്മൾ
ഇനി വിജയ് നിങ്ങൾ ആരെ കാണിച്ചത്, നിങ്ങൾക്ക് ആരാ തോന്നിയ വിജയ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ വിജയ്ക്ക് നമ്മളൊന്നും കൊടുക്കാതിരിക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത്ര ഉണ്ടായിരുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയ പുതിയ ചലഞ്ചുകളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ കഴിയാവുന്നതോളം നമ്മൾ ശ്രമിക്കാം ഗൈസ്. അപ്പോൾ ഇത്രയുള്ളൂ. നമ്മൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.